ആവാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് പോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതാ വെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അങ്ങോട്ട് കൊളുത്തി വലിക്കല, അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്, ആയിക്കോട്ടെ. ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ധൈര്യമുണ്ടെങ്കിൽ മുനീറായാലും കേൾക്കണ്ട, ഹാരിസ് ആയാലും തിരക്കടില്ല, ആ ഉത്തരൻ ഒന്ന് കാണിക്കും. ജിന്നിനെയും മലക്കെയും വിളിച്ച് തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ ഉത്തരൻ ഇപ്പൊ കാണിക്കണം. ഇത് കീഴിന് മുമ്പ് കൊണ്ടുവന്നോളി. പച്ച നുണയും പറഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് ഞങ്ങളത് പറഞ്ഞത്? അത് കൊണ്ടുവരിക ഉത്തരനി. ആ ഉത്തരനി കാണിക്കും. ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാം എന്ന് എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ആ കൊടുത്തോളി, അത് വായിക്കും. എന്നിട്ട് വായിക്കും. ആ മുനീർ എഴുതി തന്നതിൽ പ്രാർത്ഥന എന്ന വാചകമില്ല. അത് കളവ് പറഞ്ഞ് മനസ്സിലായി. പ്രാർത്ഥന എന്ന വാചകം അതിലില്ല. സഹായം എന്നാണ് പറഞ്ഞത്. അതൊന്ന് വായിക്കും. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായത്താണല്ലോ പ്രാർത്ഥന എന്നില്ല. എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നില്ല. അല്ല, സുന്നികൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റിയ? നമ്മൾ തമ്മിലാണ്. അതെ, നമ്മൾ തമ്മിലാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദീശയൊക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണത് ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് പറയും, ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് ഞാൻ എവിടെ പറഞ്ഞത്? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദീശയൊക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണത് ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് പറയും, ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് ഞാൻ എവിടെ പറഞ്ഞത്? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. സക്കരിയ സലാഹി പറയട്ടെ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക, ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. അപ്പൊ മലക്കുകൾ മനുഷ്യനെ സഹായിക്കുന്നുണ്ട്. ജിന്നുകൾ അവന്റെ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ അവന്റെ ആളുകളെ സഹായിക്കുന്നുണ്ട്, കാഫിറുകളെ സഹായിക്കുന്നുണ്ട്. അത് ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ്. പക്ഷെ അവരോട് സഹായം തേടാൻ പാടില്ല.
കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള പ്രാർത്ഥന അവരോട് നടത്താൻ പാടില്ല. അവരെ കൈവിൽപ്പെട്ട കാര്യം എന്നാ ചോദിച്ചൂടെ? ഡോക്ടറോടും മറ്റൊക്കെ ചോദിക്കുന്നത് പോലെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന പോലെ ചോദിക്കാൻ നമുക്ക് അവരെ കീഴ്പ്പെടുത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവരെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ അവരനുസരിക്കുന്നുണ്ടെങ്കിൽ. ഇത് സുലൈമാൻ നബിക്ക് അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. എടുത്തിട്ട് വാടാന്ന് പറഞ്ഞാൽ എടുത്തിട്ട് വരും. ബിൽഡിംഗ് ഉണ്ടാക്കണ ബിൽഡിംഗ് ഉണ്ടാക്കും, പൊളിച്ചിടാ പൊളിച്ചിടും. അങ്ങനെ നമുക്ക് കീഴ്പ്പെടുത്താൻ തന്നോ? അതാണ്. അപ്പൊ നമുക്ക് കൺമുന്നിൽ കാണാനോ അവരെ ഉപയോഗപ്പെടുത്താനോ സാധിക്കാത്തത് കൊണ്ടാണ് ജിന്നുകളുമായിട്ട് മറ്റു മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നത് പോലെ നമുക്ക് സഹായം ചോദിക്കാൻ കഴിയാത്തത്. അത് സുഹൃത്തുക്കളെ, അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതേസമയം മനുഷ്യ കൈവിന് അപ്പുറത്തുള്ള കാര്യങ്ങള് ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും, മലക്കിനോട് ചോദിച്ചാലും, മഹാത്മാക്കളോട് ചോദിച്ചാലും. കണ്ടോ, മലക്കുകൾ സഹായിക്കുന്നല്ലേ, എന്നാ പിന്നെ മഹാത്മാക്കളും സഹായിച്ചൂടേന്ന് ഖുറാഫികൾ ചോദിക്കണി. നമ്മൾ എന്താ മറുപടി പറയാൻ? മറുപടി അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. എന്നിട്ട് പോരി. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. സുഹൃത്തുക്കളെ, മലക്കുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം എന്താ? മലക്കുകൾക്ക് അതിന് കൈ കൊടുത്തിട്ടില്ല. ജിന്നുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല, കാരണം ജിന്നുകൾക്ക് അതിന് കൈ കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ഇപ്പൊ ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അല്ല എന്തേ കൽപ്പിച്ചു, അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഖ്തിയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്കിപ്പോ ഒരാൾ ചോദിക്കാണ്, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടില്ല. സത്യനിഷേധികൾക്ക് ശൈത്താന്മാരെ സഹായികളാക്കി എന്ന് പറയല്ലാതെ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ജിന്നുകളെ സഹായത്തിന് കിട്ടുന്ന ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ല. അവരുമായി നമുക്ക് ബന്ധപ്പെടാനോ അവരെ ഉപയോഗപ്പെടുത്താനോ നമുക്ക് യാതൊരു സാധ്യതയില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. എന്തെല്ലാം പറയുന്നുണ്ട് അല്ലേ? ഞാൻ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാമെന്ന് പറയുന്ന ആളാണ്. വമ്പിച്ച പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഞാൻ വെല്ലുവിളിച്ചു, കൊണ്ടുവാ. ഞാൻ എഴുതിയതുണ്ടോ, ഞാൻ പ്രസംഗിച്ചതുണ്ടോ, കൊണ്ടുവാ. ഒന്നുമില്ല അങ്ങനെ പറഞ്ഞേ. എന്നിട്ടതാ വാദപ്രതിവാദത്തിൽ മുസ്ലിയാക്കന്മാര് ഇവര് കൊടുത്തതാ. ഒരു തമ്മിൽ ഐക്യ മുന്നണിയാ. അവരുടെ സ്വഭാവം എന്താ വെച്ചാല് ഖുബൂരികളെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുക, തൗഹീദിന്റെ ആളുകളെ കഴിയുന്നത്ര കുപ്രചരണങ്ങളിലൂടെ തളർത്തുക, എന്നിട്ട് ഖുബൂരികൾക്ക് ആവേശം പകരുക. അല്ലേ? പള്ളിപ്പിടിത്തങ്ങളെ രക്ഷിക്കണേ, വൈദ്യ ശേഖയെ രക്ഷിക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ എന്നും നിങ്ങൾ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വാസ്തവത്തിൽ മുഹ്യിദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, പള്ളിപ്പിടിത്തങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ആള് എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആ വിളി കേൾക്കാൻ പള്ളിപ്പിടിത്തങ്ങൾക്ക് മുഹ്യിദ്ദീൻ ശൈഖിനൊക്കെ കഴിവുണ്ട്, അവരുത്തരം ചെയ്യും എന്ന രൂപത്തിൽ അവരോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ. അതുപോലെ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ എന്ന് വരുത്തി തീർത്തത് മടവൂരികളാ. മടവൂരികൾ കുത്തിപ്പൊക്കും, അത് കുബൂരികൾ ഏറ്റെടുക്കും. കുബൂരികൾ കുത്തിപ്പൊക്കും, അത് മടവൂരികൾ ഏറ്റെടുക്കും. അതാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കുപ്രചരണം. ഞാൻ ഈ തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾക്ക് ഈ മാസത്തിലുള്ള അൽ ഇസ്ലാഹ് മാസികയിൽ മറുപടി എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ സക്കരിയ സലാഹി മുപ്പര് പറഞ്ഞു നടക്കുന്നു. ആ സക്കരിയ സലാഹി ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയത് അദ്ദേഹത്തിന്റെ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ കൃത്യമായി ഓരോ ചോദ്യത്തിനും മറുപടിയും നൽകിയിട്ടുണ്ട്. മറുപടി എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഈ CD വിതരണം ചെയ്യല്ലാതെ വേറെന്താ ചെയ്യാ? ഇതാണ് നിങ്ങളുടെ ആദർശം. നിങ്ങൾക്ക് വേറെ അജണ്ടയില്ല, നിങ്ങൾക്ക് വേറെ ആദർശമില്ല. നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുമ്പാകെ മറ്റ് എന്തെങ്കിലും കാര്യമായി ഒരു പ്രവർത്തനവുമായി രംഗത്തേക്ക് ഇറങ്ങാനില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതേപോലെ തന്നെ സക്കരിയ സലാഹി മുപ്പര് പറഞ്ഞു നടക്കുന്നു. ആ സക്കരിയ സലാഹി ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയത്
അദ്ദേഹത്തിന്റെ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ കൃത്യമായി ഓരോ ചോദ്യത്തിനും മറുപടിയും നൽകിയിട്ടുണ്ട്. മറുപടി എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഈ CD വിതരണം ചെയ്യല്ലാതെ വേറെന്താ ചെയ്യാ? ഇതാണ് നിങ്ങളുടെ ആദർശം. നിങ്ങൾക്ക് വേറെ അജണ്ടയില്ല, നിങ്ങൾക്ക് വേറെ ആദർശമില്ല. നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുമ്പാകെ മറ്റ് എന്തെങ്കിലും കാര്യമായി ഒരു പ്രവർത്തനവുമായി രംഗത്തേക്ക് ഇറങ്ങാനില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ആൾക്ക് ചോദിക്കാം, മുജാഹിദുകളുടെ വാദം എന്താണ്? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നാണോ, സഹായം തേടാമെന്നാണോ? അല്ല എന്ന് വളരെ വ്യക്തമായി തെളിവുദ്ധരിച്ച്, ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ച്, ഹദീസ് ഉദ്ധരിച്ച് കണിശമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ വിഷയത്തിൽ സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ടോ? അനസ് മൗലവിക്ക് അങ്ങനെ വാദമുണ്ടോ? ഹനീഫ് കായിക്കൊടിക്ക് വാദമുണ്ടോ? അത് അവരവരെ വിളിച്ച് ചോദിക്കാവുന്നതേ ഉള്ളൂ. അവരവരെ വിളിച്ചാ ചോദിക്കേണ്ടത്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇവരൊക്കെ ഈ ശിർക്കിനെ നിലനിർത്താനാ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അവസാനം നമ്മളെ പിന്നെ ഒരു ആരോപണം, ജിന്നുകളെയും മലക്കളെയും വിളിച്ചു തേടാന്ന് ഇപ്പൊ നിങ്ങളും പറയാൻ തുടങ്ങിയില്ലേ. നിങ്ങളെങ്ങനെ ഞങ്ങളേറ്റ് വാദപ്രതിവാദം നടത്തുക? എവിടെയാ പറഞ്ഞത്? എവിടെയാ പറഞ്ഞത്? കൊണ്ടുവാ. ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല. കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല. ആര് കൊണ്ടെന്നാലും സമ്മത. സക്കരിയ സലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ, ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. ഈ ഒരു 84-85 കാലം മുതൽ തൗഹീദിനു വേണ്ടി പൊതുരംഗത്ത് പ്രസംഗിച്ച് നടക്കുന്ന ആളെ. എന്റെ ഈ ചെറുപ്രായത്തിൽ 10-25 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുത്തിട്ട് എന്നെ പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കോ? വിശ്വസിക്കൂല. പിന്നെ 1000 നുണ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒപ്പം പറഞ്ഞാൽ ഗീബൽസിന്റെ തന്ത്രം അതാണല്ലോ. ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ വിശ്വസിക്കും. നാട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾ ആടിനെയും പിടിച്ചിങ്ങനെ പോവുക. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എവിടുക്ക ഈ നായിനെയും കൊണ്ടുപോണ്? നായോ ആടല്ലത്. പിന്നെയും കുറെ പോയപ്പോ നിങ്ങൾ എവിടെ ഈ നായിനെയും കൊണ്ടുവരുന്നു? അപ്പൊ ഇനിയും നോക്കി കുറെ കഴിഞ്ഞ മൂപ്പരിക്കണ്ട അത് നായെന്നേക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നൂല. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ ആട്ടിനെ പട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഈ തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട്. നിങ്ങൾ എല്ലാരും കൂടി 4 ഭാഗത്തുനിന്നും ഒപ്പം നുണറിഞ്ഞാല് അപ്പൊ അങ്ങനെയാണല്ലോ. ഒരു നുണ ഇവിടെ പറഞ്ഞാല് അപ്പൊ ആ നുണ മെസ്സേജ് ആയിട്ട് കാസർഗോഡെത്തി, മംഗലാപുരത്തി, പാലക്കാടെത്തി, തിരുവനന്തപുരത്തി, ആലപ്പുഴെത്തി. എല്ലാ മടവൂരികളെ മൊബൈലിലും ഒരേ നുണ, ഒരേ അച്ചു നിരത്തിയ നുണ. കണ്ടോ? അപ്പോ അവിടെ എനിക്ക് സമാധാനപ്പെടുന്നത് ഇങ്ങനെ ബേജാറാകല്ലേ. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സക്കരിയ സലാഹി പറയാ എന്ത്? ജിന്നിനോടും മലക്കിനോടും ആവൽഘട്ടങ്ങൾ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ട് മടവൂരികൾ പറഞ്ഞു. അത് സർവ്വ മടവൂരികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ മടവൂരികൾ മാത്രമല്ല, ഖുറാഫികളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്ന് കൂട്ടി വായിച്ചോളൂ. അല്ലെങ്കിൽ സമസ്തക്കാരെ വെല്ലുവിളിക്കുകയാണ്, കൂട്ടി വായിച്ചോളൂ. എന്താണ് മാന്യ സഹോദരങ്ങള്? ഇവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിക്കാലോ, നിങ്ങൾക്ക് എങ്ങനെ വാദമുണ്ടോ? ജിന്നിനോട് സഹായം തേടാമെന്ന വാദം സക്കരിയ സലാഹി നിങ്ങൾക്കുണ്ടോ? ജിന്നിനോട് സഹായം തേടാമെന്ന വാദം സക്കരിയ സലാഹി നിങ്ങൾക്കുണ്ടോ? ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദിക്കപ്പെട്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതൊരു പ്രവർത്തകനെ സംബന്ധിച്ചും അറിയുന്ന ഒരു വളരെ അടിസ്ഥാനപരമായ വിഷയമാണ് ഏത് വിഷയത്തിനും സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും പരിചയമുള്ള ആരും തന്നെ അത് വിശ്വസിക്കുകയില്ല. കാരണം ഇത് തൗഹീദ് പ്രസ്ഥാനമാണ്. എല്ലാ സഹായതേട്ടങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഉദാഹരണമായി മലക്കുൽ മൗത്തിനോട് എൻ്റെ ആയുസ് നീട്ടിത്തരണേ എന്ന് പറയാൻ പറ്റുമോ? ഒരു മുജാഹിദിനോട് ചോദിച്ചാൽ പറയും ഇല്ല, പാടില്ല, ശിർക്കാണ് എന്ന് പറയും. അല്ലെങ്കിൽ മഴ പെയ്യിക്കുന്ന മലക്കിനോട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ എന്ന് പറയാൻ പറ്റുമോ? പാടില്ല, ശിർക്കാണ്. എല്ലാവരും പറയും. ഏത് കാര്യത്തിനും നമ്മൾ സഹായം ചോദിക്കേണ്ടത് വിജനപ്രദേശത്തായാലും ജനപ്രദേശത്തായാലും
അപകടങ്ങളിൽ പെടുമ്പോഴായാലും അപകടങ്ങളിൽ പെടാത്തപ്പോഴാണെങ്കിലും ഒരു സമയത്തും ജിന്നിനോടോ മലക്കിനോടോ സഹായം ചോദിക്കാം, അത് ചോദിക്കേണ്ടതാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അത് ശിർക്കാണ് എന്നാണ് ഇത്ര കാലവും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത്. അതിലാർക്കും ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ചില ആളുകൾ വെറുതെ ഊതി വീർപ്പിക്കുന്ന സാങ്കല്പികമായ ചില ആരോപണങ്ങൾ മാത്രമാണ്. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. ഇനി സക്കരിയ സലാഹിക്ക് മാത്രമല്ല AP അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും അങ്ങനെ ഒരു വാദവുമായി വന്നാൽ അവർക്ക് മറുപടി പറയുന്നത് മുജാഹിദുകൾ തന്നെയായിരിക്കുമെന്നും പറഞ്ഞു. ഒരിക്കലും ആ രൂപത്തിലുള്ള നിലപാട് മുജാഹിദുകൾക്കില്ല എന്നും പറഞ്ഞു. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. ഇനി സക്കരിയ സലാഹിക്ക് മാത്രമല്ല AP അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും അങ്ങനെ ഒരു വാദവുമായി വന്നാൽ അവർക്ക് മറുപടി പറയുന്നത് മുജാഹിദുകൾ തന്നെയായിരിക്കുമെന്നും പറഞ്ഞു. ഒരിക്കലും ആ രൂപത്തിലുള്ള നിലപാട് മുജാഹിദുകൾക്കില്ല എന്നും പറഞ്ഞു. KKPയും കൂട്ടരും കട്ടുമുറിച്ച ക്ലിപ്പിംഗ് കേട്ട് തെറ്റിദ്ധരിച്ചവരെ ഇനി പറയൂ, എന്തിനീ അനാവശ്യ വിവാദം? ആട്ടിനെ പട്ടിയാക്കി തെറ്റിദ്ധരിപ്പിച്ച് കുത്തിത്തെരിപ്പുണ്ടാക്കുന്നവരെ പരലോകം പ്രസംഗിക്കാനുള്ളതല്ലോ. നാഥ, ഞങ്ങളുടെ കരം നിന്നിലേക്ക് ഉയർത്തുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധന രംഗത്ത് പ്രമാണം വളച്ചുകെട്ടില്ലാതെ സത്യസന്ധമായി പറയുന്ന പണ്ഡിതന്മാർക്കെതിരെയുള്ള ഏത് കുൽസിത ശ്രമവും നീ തകർക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ കാലിക പ്രസക്തമായ ചില പ്രഭാഷണങ്ങളുടെ പ്രസക്ത ഭാഗം കൂടെ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് MT വിഷൻ പുറത്തിറക്കുന്ന പ്രാർത്ഥന പടപ്പുകളോടില്ല, പടച്ചവനോട് മാത്രം എന്ന ഡോക്യുമെന്ററിയുടെ പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ആരോപണമാണെന്ന് ഇതാ നിങ്ങൾക്ക് അക്കമിട്ടുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. കേട്ടോളൂ. ഇതിന്റെ 18ാമത്തെ പേജിൽ കാണാം. സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അഹ്സനിമാര് കേട്ടോ, അനുയായികൾ കേട്ടോ, ഇനിയും പറയണ്ട. മുജാഹിദുകളെ സംബന്ധിച്ച് സാന്ദർഭികമായ ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തൗഹീദി പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചു നിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് പൂർവീകരുടെ മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമം മാത്രമായി അവ കലാശിച്ചു. എനിക്കേട്ടോ, കേരള ജംഇയ്യത്തുൽ ഉലമ ഇതാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. എനിക്കേട്ടോ, കേരള ജംഇയ്യത്തുൽ ഉലമ ഇതാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. ഇസ്ലാഹി പണ്ഡിതന്മാരുടെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു പറയുന്നതിൽ കുപ്രസിദ്ധി നേടി കുബൂരി മടവൂരികൾക്കിടയിലും അവരുടെ വാലാട്ടികൾക്കിടയിലും കേളിക്കേട്ട KKP അബ്ദുള്ള പുസ്തക രചനയിലൂടെയും ഡോക്യുമെന്ററിയിലൂടെയും ഇസ്ലാഹി പണ്ഡിതന്മാർ ശിർക്ക് പ്രചരിപ്പിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വർഷങ്ങൾ പാടുപെട്ടിട്ടും 2011 അവസാനത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ പ്രസിദ്ധീകരിച്ച ജിന്ന് പിശാജ് റുഖിയ ശറഈയ എന്ന പുസ്തകത്തിന്റെ 18-19 പേജുകളിൽ അത് ആദർശവിരോധികൾ പടച്ചുണ്ടാക്കിയ കേവലം ആരോപണമാണെന്ന് വ്യക്തമാക്കിയത് കുബൂരി മടവൂരികൾക്കും അവരുടെ വാലാട്ടികൾക്കും കനത്ത പ്രഹരം തന്നെയാണ്. അൽഹംദുലില്ലാ, സത്യം പറയുന്നവരെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും, തീർച്ച.
ഇനി കേട്ടോ, കേരള ജംഇയ്യത്തുൽ ഉലമ ഇതാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. ഇതാരോപണമാണെന്ന് ഞങ്ങളുടെ പണ്ഡിത സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നാളെ സ്റ്റേജും കെട്ടി ഈ ആരോപണവുമായി നടക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, എന്ത്? നിങ്ങൾ എടുത്തു ചാടി തീരുമാനമെടുത്താൽ പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾ ഖേദിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ ഹുജറാത്തിലൂടെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഓ വിശ്വാസികളെ, ഇൻജാഅകും ഫാസിഖുൻ, നിങ്ങളുടെ അടുക്കൽ ഒരു ദുർവൃത്തനായ മനുഷ്യൻ വന്നാൽ, ഒരാൾ നിങ്ങളുടെ അടുക്കൽ വരുന്നു, എന്തുകൊണ്ട്? ബിനബഇൻ, ഒരു വാർത്തയുമായി വന്നാൽ, കേട്ടപാടെ അതങ്ങ് പാടി നടക്കണ്ട, കേട്ടപാടെ അതങ്ങ് പ്രചരിപ്പിക്കാൻ നോക്കണ്ട. ഫതബയ്യനൂ, അതിനെപ്പറ്റി അറിഞ്ഞന്വേഷിക്കണം, വിശദമായി അതിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടല്ലാതെ പറയാൻ പോകരുത്. മൂപ്പര് എന്നെ കൊണ്ട് ഓരോരുത്തരെയും വിളിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോ ഓരോരുത്തരും എം എം മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന എം എം മദനി വിളിച്ചിട്ട്, ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞ്, ഏത് KKP, എന്ത് KKP, എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് എമ്മതി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചനെ പഠിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പം സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ AP-ന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ AP-ന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാളെ ഇടപെട്ടിട്ടാണ്. AP-ന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ എത്തുന്ന എവിടെത്തി ഇങ്ങനത്തെ വിളിക്കും, അവിടെ എത്തി, എന്നാ നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തനം ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയുന്ന വെച്ച് പറയാറില്ല. ഈ വിഷയത്തില് വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക് ഇവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് എമ്മതി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചനെ പഠിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പം സ്വീകരിച്ചതാ. ശരി. അല്ല, ഞാൻ വിചാരിച്ചെന്തോ, നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സലഫിനോട്. എങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലെ മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ്, നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആരെയും അത്ര വിശ്വാസമില്ല നിലക്കാണ്. പിന്നെ അല്ല മൂപ്പര് അത് പറയുന്നുണ്ട്, ഫോണിൽ പറയണ്ടേയില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല മൂപ്പര് നിങ്ങളോടോ ഇങ്ങനെ വിളിച്ചിരുന്നതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ നിങ്ങളെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ എടുത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 10-50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് അത് വരികയാണ്. അല്ലെ ഞാനെന്താ എനിക്കിതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മൂപ്പര് മൂപ്പര് എന്നല്ല നേതാക്കന്മാരൊക്കെ അവരെ സ്ഥാനം. അല്ല, അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും എന്തെന്നാ അബ്ദുൽ ഖാദർ എരഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത് എത്രത്തോളം ഹനീഫനടക്കം ഇങ്ങോട്ട് കൊണ്ടുവരുത്തിച്ചത് മൂപ്പരല്ലേ?
അതില് നമ്മളെന്തിനാ വിളിക്കണ്ട്? നമ്മളെന്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? അല്ല. അപ്പൊ അയാൾ തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്തോ. എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനമൊക്കെ എഴുതി വെക്കുകയും ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാമെന്ന് പറഞ്ഞാൽ നേത്രനെങ്കിൽ പോവുകയും പിന്നെ ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നു. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ ജനങ്ങളെ, നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണേ. ഊഹാപോഹത്തിന്റെ പിന്നാലെ പോകരുത്, റൂമറുകളുടെ പിന്നാലെ പോകരുത്. കാരണം അത് അധികവും തമ്പിച്ച കളവാണ്. വാർത്തകളിൽ ഏറ്റവും പെരുങ്കളവായിരിക്കും അത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അത് പ്രചരിപ്പിക്കാൻ നടക്കരുത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് വിശ്വസിച്ചിട്ട് അതിലേക്ക് എടുത്തു ചാടിയിട്ട് തീരുമാനമെടുത്തിട്ട് പല സംഗതികളിലും കുടുങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ നിങ്ങൾ കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ പ്രതികരിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അൻതുസീബൂ ഖൗമാ, ചില വാർത്തകളൊക്കെ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചിട്ട് ചില ജനങ്ങൾക്കെതിരെ നിങ്ങൾ ചില നടപടിക്കൊരുങ്ങും, ചില ആളുകൾക്കെതിരെ നിങ്ങൾ ചില നടപടിക്കൊരുങ്ങും. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ പറ്റി നീ തെറ്റിദ്ധരിച്ചിട്ട് അയാൾക്കെതിരെ നടപടിക്കൊരുങ്ങിയാൽ, അയാൾക്കെതിരെ പ്രശ്നമുണ്ടാക്കാൻ മെനക്കെട്ടാൽ എന്ത് ചെയ്യും? പിന്നെ കാര്യം നിനക്കങ്ങ് ബോധ്യമാകുമ്പോ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങളാ എടുത്തു ചാടി തീരുമാനമെടുത്തതിന്റെ പേരിൽ നിങ്ങൾ അതിന്റെ ആ കാര്യം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്തികളുടെ പേരിൽ പിന്നീട് നിങ്ങൾ വല്ലാതെ ഖേദിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് എടുത്തു ചാടിയിട്ട് വേണ്ടാത്തത് ഓരോന്ന് കേൾക്കുമ്പോ അതിന്റെ പിന്നാലെ കൂടിയിട്ട് അതിന്റെ ഒപ്പം കൂടികളായിട്ട് വേണ്ടാത്തതിന്റെ പ്രചാരകരായി പോകണ്ട. അതിനു വേണ്ടി കേട്ടപാടെ ആ രൂപത്തിൽ അങ്ങ് കൃത്യമായിട്ട് പ്രതികാര നടപടിക്കും ഒരുങ്ങണ്ട. ചിന്തിക്കണം, ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇതാ പിളരാൻ പോവുകയാണ്. അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, സക്കരിയ സലാഹി വേറെയാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതിനുറച്ച തീരുമാനങ്ങൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒപ്പിട്ട പണ്ഡിതന്മാരുണ്ട്. അവർക്കാർക്കും ഒരു തർക്കവുമില്ലാതെ വെറുതെ അവരുടെ പേരിൽ നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയണ്ട. MT വിഷൻ പുറത്തിറക്കുന്ന അടുത്ത ഡോക്യുമെന്ററി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഘടനാ നയത്തിനും പ്രഖ്യാപിത ആദർശത്തിനും വിരുദ്ധമായി ഔദ്യോഗിക പരിവേഷം ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഖുർആൻ ഹദീസ് ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഒരു എത്തിനോട്ടം. മനുഷ്യനിർമ്മിതമായ സങ്കല്പങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ചരിത്രത്തിലെന്നും അല്പായുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വാചക കസർത്തുകൾ കൊണ്ടും അക്ഷരങ്ങളുടെ മായാജാലങ്ങൾ കൊണ്ടും അല്പകാലം അത് പിടിച്ചു നിൽക്കും. പിന്നീട് അവകൾക്കെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലെ അഗാധ സുഷുപ്തിയാണ് കാലം വിധിച്ചിട്ടുള്ളത്.